ചില വരവുകളുണ്ട്, ചരിത്രം തിരുത്തിക്കുറിക്കാൻ വേണ്ടി മാത്രം വരുന്നവ. കിഴക്കൻ മലനിരകളുടെ കരുത്തും പേറി ശത്രുവിന്റെ ഒളിപ്പോരുകളെ കടലിൽ തന്നെ കുഴിച്ചു മൂടാൻ ഇന്ത്യയുടെ കടൽമുറ്റത്തേക്ക് ഇതാ അതികാഴകൻ ഇറങ്ങിക്കഴിഞ്ഞു. റഡാറുകളുടെ കണ്ണുവെട്ടിച്ച സമുദ്രത്തിന്റെ അഗാധയിൽ നിശബ്ദനായി ഒഴുകി നടക്കുന്ന ഒരു അദൃശ്യ വേട്ടക്കാരൻ. അവൻ ലക്ഷ്യമിട്ടാൽ പിന്നെ അവിടെ അവശേഷിക്കുന്നത് വെറും പുക മാത്രം. കടലിൽ ഇനി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് വിദേശ ശക്തികളല്ല, മറിച്ച് ഇന്ത്യയുടെ ഈ ഉരുക്കുകോട്ടകളായിരിക്കും എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബ്രഹ്മോസ് മിസൈലുകൾ, മറുവശത്ത് ആകാശത്ത് നിന്ന് വരുന്ന ഏത് വിപത്തിനെയും വെണ്ണീറാക്കാൻ പോകുന്ന ബരാക് 8 പ്രതിരോധ സംവിധാനം. അതെ, സമുദ്രത്തിൽ ഇന്ത്യയുടെ പുതിയ ചരിത്രം എഴുതാൻ പോകുന്ന ആ കരുത്തൻ INS മഹേന്ദ്രഗിരി ജൂലൈ 11 വിശാഖപട്ടണത്ത് വെച്ച് ഔദ്യോഗികമായി നാവികസേനയുടെ ഭാഗമാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നം വെറുമൊരു വാക്കല്ല, മറിച്ച് കടലിൽ ശത്രുവിനെ വിറപ്പിക്കുന്ന യുദ്ധക്കപ്പലുകളാണെന്ന് തെളിയിക്കുന്നതാണ് ഈ കാഴ്ച. വെറും 17 മാസത്തിനുള്ളിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ലഭിക്കുന്ന 6ാമത്തെ പ്രൊജക്ട് 70A യുദ്ധക്കപ്പലാണിത് എന്നറിയുമ്പോഴാണ് പ്രതിരോധ മേഖലയിൽ ഭാരതം കൈവരിച്ച വേഗത എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തിന് മനസ്സിലാകുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേവലം ഒരു കപ്പലിനെ കുറിച്ച് മാത്രമല്ല, വരും നാളുകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ നാവിക ശക്തിയായി മാറാൻ പോകുന്ന ഇന്ത്യയുടെ സമുദ്ര സാമ്രാജ്യത്തെക്കുറിച്ചാണ്. എന്താണ് മഹേന്ദ്രഗിരിയുടെ പ്രത്യേകതകൾ? നമ്മുടെ നാവികസേനയെ ലോകത്തിലെ മറ്റേത് രാജ്യവും ഭയപ്പെടുന്ന നിലയിലേക്ക് ഉയർത്തിയ മറ്റ് കരുത്തൻ കപ്പലുകൾ ഏതൊക്കെയാണ്? നമുക്ക് വളരെ ലളിതമായി തന്നെ പരിശോധിക്കാം. ഈ വരുന്ന ജൂലൈ 11 വിശാഖപട്ടണത്ത് വെച്ച് ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിലേക്ക് INS മഹേന്ദ്രഗിരി ഔദ്യോഗികമായി കാലെടുത്തു വെക്കുകയാണ്. കിഴക്കൻ ഘട്ടത്തിലെ മഹേന്ദ്രഗിരി പർവ്വതനിരകളുടെ ധീരത പേറുന്ന ഈ യുദ്ധക്കപ്പൽ വെറുമൊരു കപ്പലല്ല, മറിച്ച് ഇന്ത്യയുടെ തദ്ദേശീയ നിർമ്മാണ മികവിന്റെ അടയാളമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നായി ഇതിനെ നമുക്ക് കാണാം. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം മണ്ണിൽ സ്വന്തം എഞ്ചിനീയർമാർ രൂപകൽപ്പന ചെയ്ത മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിന്റെ കരുത്തിൽ നിർമ്മിച്ച INS മഹേന്ദ്രഗിരി നാവികസേനയുടെ പ്രൊജക്ട് 70A 6ാമത്തെ കപ്പലാണ്. മോദി സർക്കാരിന്റെ ശക്തമായ പ്രതിരോധ നയങ്ങളുടെ ഫലമായി കഴിഞ്ഞ 17 മാസത്തിനുള്ളിൽ നാവികസേനയ്ക്ക് ലഭിക്കുന്ന 6ാമത്തെ യുദ്ധക്കപ്പലാണിത് എന്നത് നമ്മുടെ സൈനിക കരുത്ത് എത്രത്തോളം വർദ്ധിക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ്. മഹേന്ദ്രഗിരിയുടെ പ്രത്യേകതകൾ കേട്ടാൽ ശരിക്കും നിങ്ങൾ അമ്പരന്നു പോകും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ശത്രുവിന്റെ റഡാറുകളെ പോലും വെറും അനാവശ്യമായ സിഗ്നലുകളായി തെറ്റിദ്ധരിപ്പിക്കും. അതായത് ശത്രു അടുത്തുണ്ടെന്ന് പോലും അറിയാതെ മഹേന്ദ്രഗിരി അവരെ ആക്രമിക്കാൻ സജ്ജമാണ്. ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയതാണ്. കൂടെ ബരാക് 8 എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം കൂടിയാകുമ്പോൾ ആകാശത്ത് നിന്നും കടലിൽ നിന്നും എന്ത് ആക്രമണം വന്നാലും അത് തകർക്കാൻ ഈ കപ്പലിന് സാധിക്കും. ഇതൊരു ചലിക്കുന്ന കോട്ടയാണ്. നമ്മുടെ നാവികസേന ഇപ്പോൾ വെറും ഒരു സേനയല്ല, അത് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സൈനിക ശക്തികളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. ഇതിന് കരുത്ത് പകർന്ന മറ്റ് ചില കപ്പലുകളെ കൂടി നമ്മൾ ഓർക്കണം. ഉദാഹരണത്തിന് INS വിക്രാന്ത്, ഇന്ത്യയിൽ നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ. സമുദ്രത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് എയർപോർട്ടാണ് വിക്രാന്ത്. എത്ര വലിയ യുദ്ധവിമാനങ്ങളെയും നമുക്ക് ഇതിൽ നിന്ന് വിന്യസിക്കാം. പിന്നെ വരുന്നത് INS കൊൽക്കത്ത എന്ന ഗൈഡ് മിസൈൽ ആണ്. കടലിൽ ഏത് വെല്ലുവിളിയെയും നേരിടാൻ തയ്യാറുള്ള ഒരു പോരാളിയാണിത്. ഇനി കടലിനടിയിൽ ഒളിച്ചിരുന്ന ശത്രുവിനെ വിറപ്പിക്കുന്ന INS ഹരിഹന്ദിനെ മറക്കാൻ കഴിയില്ല. ആണവശേഷിയുള്ള ഈ അന്തർവാഹിനി ഇന്ത്യയുടെ ഏറ്റവും വലിയ സുരക്ഷാ കവചം തന്നെയാണ്. അതുപോലെ INS വിശാഖപട്ടണം പോലുള്ള കപ്പലുകളും ഇന്ത്യയുടെ നാവിക കരുത്തിനെ മറ്റേത് രാജ്യവും അസൂയോടെ നോക്കുന്ന നിലയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. വിശാഖപട്ടണത്ത് വെച്ച് കമ്മീഷൻ ചെയ്യപ്പെടുന്ന INS മഹേന്ദ്രഗിരി പ്രൊജക്ട് 70A അവസാനത്തെ കണ്ണിയാണിത്. ഒരു കപ്പൽ നിർമ്മിക്കുമ്പോൾ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടന്നാൽ മാത്രം പോരാ, ശത്രുവിന്റെ കണ്ണ് വെട്ടിക്കണം. അതിനാണ് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. മഹേന്ദ്രഗിരിയുടെ പുറംഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശത്രുവിന്റെ റഡാർ തരംഗങ്ങൾ അതിൽ തട്ടി പ്രതിഫലിക്കാത്ത രീതിയിലാണ്. അതായത് ശത്രുവിന്റെ റഡാർ സ്ക്രീനിൽ ഇതൊരു ചെറിയ വെള്ളം പോലെയോ അല്ലെങ്കിൽ കടലിലെ സാധാരണ തിരമാലകൾ പോലെയോ മാത്രമേ കാണപ്പെടൂ. പക്ഷേ
ശത്രു അടുത്തെത്തുമ്പോൾ അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് വൻ പ്രഹരം നൽകാൻ ഈ മഹേന്ദ്രഗിരിക്ക് കഴിയും. നമ്മുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോയുടെ ബുദ്ധിയും മെസഗോൺ ഡോക്കിലെ എഞ്ചിനീയർമാരുടെ അധ്വാനവും ചേർന്നപ്പോൾ ഇതൊരു അത്ഭുതമായി മാറി. ഇനി ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കൂ. ശരിക്കും ഇതൊരു ചലിക്കുന്ന ആയുധശാലയാണ്. കപ്പലിലെ ഏറ്റവും ആകർഷണം ബ്രഹ്മോസ് മിസൈലുകൾ തന്നെയാണ്. ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലുകൾക്ക് 1 മിനിറ്റ് കൊണ്ട് ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനം തകർക്കാൻ സാധിക്കും. അതോടൊപ്പം ബരാക്കേറ്റുന്ന മിസൈൽ സംവിധാനം ശത്രുവിന്റെ വിമാനങ്ങളെയോ മിസൈലുകളെയോ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ കെൽപ്പുള്ളതാണ്. ഇതുകൂടാതെ അന്തർവാഹിനികളെ വേട്ടയാടാൻ പ്രത്യേക സെൻസറുകളും ടോർപിഡോകളും ഇതിലുണ്ട്. അതായത് വായുവിലും ജലനിരപ്പിലും ജലത്തിനടിയിലും 3 മേഖലകളിലും ഒരേ സമയം പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധക്കപ്പലാണിത്. ഇന്ത്യൻ നാവികസേനയുടെ കരുത്തിനെ കുറിച്ച് പറയുമ്പോൾ മഹേന്ദ്രഗിരിയെ മാത്രം പറഞ്ഞാൽ പോരാ. ഇതിനൊപ്പം നിന്ന് ഭാരതത്തിന്റെ സമുദ്ര അതിർത്തി കാക്കുന്ന മറ്റു ചിലരുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ INS വിക്രാന്ത് ഇതൊരു കപ്പൽ മാത്രമല്ല, ഇന്ത്യയുടെ അഭിമാനമാണ്. വിമാനവാഹിനി കപ്പലായതുകൊണ്ട് തന്നെ ഏത് കടലിലും ചെന്ന് യുദ്ധവിമാനങ്ങളെ വിന്യസിക്കാൻ അതിന് സാധിക്കും. ഒരു ഒഴുകുന്ന എയർപോർട്ട് തന്നെയാണിത്. ഏത് വലിയ ശത്രുവിൻ്റെ ആക്രമണത്തെയും പ്രതിരോധിക്കാൻ ഇവയ്ക്കൊക്കെ സാധിക്കും. ഇനി അതുപോലെ തന്നെ INS അരിഹന്ത്, ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അത്ഭുതപ്പെടരുത്. കടലിൻ്റെ അഗാധയിൽ ഒളിച്ചിരുന്ന് ഇന്ത്യക്ക് വേണ്ടി ആണവായുധങ്ങൾ കാക്കുന്ന നമ്മുടെ അരിഹന്ത് ഭാരതത്തിൻ്റെ ആണവ പ്രതിരോധത്തിൻ്റെ നട്ടെല്ല് തന്നെയാണ്. ഇത്തരം ഓരോ കപ്പലുകളും കൂടുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇനി മറ്റാരുടെയും ഭരണം നടക്കില്ല എന്നുറപ്പാണ്. നമ്മൾ ഒരിക്കൽ ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നവരാണ്. എന്നാൽ ഇന്ന് ആ ചിത്രം മാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ ഇന്ന് വലിയൊരു പ്രതിരോധ കയറ്റുമതി രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മഹേന്ദ്രഗിരി പോലുള്ള കപ്പലുകൾ നമ്മുടെ എഞ്ചിനീയർമാരുടെ കഴിവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ സ്വയം നിർമ്മിക്കുമ്പോൾ ചിലവ് കുറയുന്നു, ഗുണനിലവാരം കൂടുന്നു, ഏറ്റവും പ്രധാനമായി രാജ്യം സുരക്ഷിതമാകുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്രയധികം യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നത്? വെറുതെ ഒരു പേടിപ്പെടുത്തൽ നടത്താനാണോ? അല്ല. ഇന്ത്യൻ മഹാസമുദ്രം എന്നത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യാപാര പാതയാണ്. നമ്മുടെ രാജ്യത്തേക്ക് വരുന്നതും പോകുന്നതുമായ ഇന്ധനവും ചരക്കുകളും കടന്നു പോകുന്നത് ഈ കടലിലൂടെയാണ്. ഈ പാത സുരക്ഷിതമായിരിക്കണം. കടൽ കൊള്ളക്കാർ, ഭീഷണി, അതിർത്തി ലംഘനങ്ങൾ, വിദേശ ശക്തികളുടെ ഇടപെടലുകൾ ഇതെല്ലാം തടയാൻ സജ്ജമായിരിക്കണം. മഹേന്ദ്രഗിരി പോലുള്ള കപ്പലുകൾ കാവലായിരിക്കുമ്പോൾ ഇന്ത്യയുടെ വ്യാപാര പാതകൾ സുരക്ഷിതമാണ്. അതിലൂടെ നമ്മുടെ സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കപ്പെടുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അടുത്ത ദശകത്തിൽ നാവികസേനയുടെ മുഖച്ഛായ തന്നെ മാറും. കൂടുതൽ വിമാനവാഹിനി കപ്പലുകൾ, ആണവ അന്തർവാഹിനികൾ, ഡ്രോൺ അധിഷ്ഠിത യുദ്ധ സംവിധാനങ്ങൾ. അതെ, ഇന്ത്യൻ നാവികസേന ഒരു ആഗോള ശക്തിയായി മാറാൻ തയ്യാറെടുക്കുകയാണ്. മഹേന്ദ്രഗിരി ഒരു തുടക്കം മാത്രമാണ്. വരാനിരിക്കുന്ന കാലം ഇന്ത്യയുടെ തന്നെയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളിൽ നിന്നും ഒന്ന് വ്യക്തമാണ്. INS മഹേന്ദ്രഗിരി എന്നത് വെറുമൊരു യുദ്ധക്കപ്പലല്ല, അത് ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളുടെ പഴയ കപ്പലുകളെ ആശ്രയിച്ച് നമ്മുടെ സമുദ്ര അതിർത്തികൾ കാത്തിരുന്ന സ്ഥാനത്ത് ഇന്ന് ലോകം ഭയക്കുന്ന, ലോകം അത്ഭുതപ്പെടുന്ന സാങ്കേതിക വിദ്യകൾ സ്വന്തമായി നിർമ്മിക്കുന്ന ഒരു മിലിറ്ററി സൂപ്പർ പവറായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. നമ്മുടെ ഈ മുന്നേറ്റം കേവലം യുദ്ധത്തിനല്ല, മറിച്ച് സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയാണ്. സമുദ്രങ്ങളിൽ ഭാരതത്തിന്റെ സാന്നിധ്യം ശക്തമാകുമ്പോൾ ലോകത്തെവിടെയുമുള്ള നമ്മുടെ ചരക്ക് നീക്കങ്ങൾ സുരക്ഷിതമാകുന്നു, നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഭദ്രമാകുന്നു. ഈ കപ്പലുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ഓരോ നാവികനും, ഈ കപ്പലുകൾ രൂപകൽപ്പന ചെയ്ത ഓരോ ആൾക്കും, ഇതിനു പിന്നിൽ അധ്വാനിച്ച ഓരോ തൊഴിലാളികൾക്കും നമ്മൾ നന്ദി പറയേണ്ടതുണ്ട്. അവരുടെ കഠിനാധ്വാനമാണ് ഇന്ന് സമുദ്രത്തിൽ ത്രിവർണ്ണ പതാക ഇത്രയും ഉയരത്തിൽ പാറാൻ കാരണം. ഇനി പലരും ചോദിക്കാറുണ്ട്, ഇത്രയും ആയുധങ്ങൾ കൊണ്ട് എന്ത് നേട്ടമെന്ന്. അതിനുള്ള മറുപടി ചരിത്രമാണ്. സമാധാനം നിലനിൽക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെക്കാൾ കരുത്തരായിരിക്കണമെന്ന ലളിതമായ സത്യം ലോകം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹേന്ദ്രഗിരിയുടെ വരവോടെ ഇന്ത്യയുടെ ആ കരുത്തിന് പുതിയൊരു വേഗതയും കൈവന്നിരിക്കുകയാണ്. അവസാനമായി ഒരു കാര്യം കൂടി പറയാം. ഇനിയും വരാനിരിക്കുന്ന ദിനങ്ങളിൽ ഇതിലും വലിയ അത്ഭുതങ്ങൾ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൂരത്തിൽ നാവികസേന ഓരോ നാളും പുതിയ നാഴികക്കല്ലുകൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഈ ഗംഭീര നേട്ടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ മാറ്റം ഇന്ത്യയുടെ ഭാവിയിൽ എന്ത് സ്വാധീനമായിരിക്കും ചെലുത്തുക? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.